ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ബെസ്റ്റായിട്ടുള്ള അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. എക്സ്ട്രീമായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതുപോലെ സ്കിന്നിലൊക്കെ മുരിച്ചിലുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. കൂടുതലും നമുക്ക് വിൻ്റർ ടൈമിലൊക്കെ ഏത് ക്രീമോ ഏത് ലോഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടാത്തവർക്ക് ഏറ്റവും നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്കുമൊക്കെ നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കാതെ നല്ല യങ്ങായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും വെക്കാൻ ഈ മോയ്സ്ചറൈസർ സഹായിക്കും. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ് ഈ മോയ്സ്ചറൈസർ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോയ്സ്ചറൈസർ റെഡിയാക്കാനായിട്ട് ഗ്ലിസറിനാണ് ആദ്യം വേണ്ടത്. എത്രത്തോളം ഗ്ലിസറിനാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം അതല്ലെങ്കിൽ റോസ് വാട്ടർ, നമുക്ക് നോർമൽ വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇത്രത്തോളം ഗ്ലിസറിനാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ് നമ്മളിത് റെഡിയാക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ വാട്ടറും ഗ്ലിസറിനും മാത്രം യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവരുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല യങ്ങായിട്ടും ഗ്ലോ ആയിട്ട് വെക്കാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. റോസ് വാട്ടർ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നോർമൽ വാട്ടറും ഗ്ലിസറിനും മാത്രം യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലേക്കാക്കി ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാം. അതല്ല നമ്മൾ നോർമൽ ബോട്ടിലാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചെടുത്ത് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഒരു കോട്ടൺ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് അതല്ലെങ്കിൽ കോട്ടണിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമൽ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മുരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്ട്രീമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇനി അങ്ങനെയും ചെറുതായിട്ടൊക്കെ നമുക്ക് മുരിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന ക്രീമിൽ കൂടി ഒരു 2-3 ഡ്രോപ്സ് ഈ മോയ്സ്ചറൈസർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ നമ്മളിത് ബോഡിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ നോർമലായിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ലോഷനൊന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്കും ഇതുപോലെ സ്കിൻ ഡ്രൈ ആവുന്ന പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.